Hi friends, welcome to Commerce Bytes. I hope you people are all doing well. So, നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഒരു പാർട്ട് 13 വരെ വീഡിയോസ് ബേസ് ചെയ്ത് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ടോപ്പ് 500 കീവേഡ് സീരീസിൽ. അതെല്ലാം നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്തത് ടീച്ചിങ്ങും അതുപോലെ തന്നെ റിസർച്ചാണ്. നമുക്ക് ഇനി മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഒരു ഏരിയയാണ് ഹയർ എഡ്യൂക്കേഷൻ. ഹയർ എഡ്യൂക്കേഷനെ ബേസ് ചെയ്ത് കുറേയധികം ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ആ ഒരു ക്വസ്റ്റ്യൻസും നമുക്ക് ചാൻസ് എടുക്കാൻ പറ്റില്ല, റിസ്ക് എടുക്കാൻ പറ്റില്ല. സോ അതിന് ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ്, ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് കീവേഡ്സ് ആയിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഇനി നിങ്ങളുടെ മുന്നിലേക്ക് പ്രസൻറ്റ് ചെയ്യുന്നത് അതിന് ഇൻക്ലൂഡ് ചെയ്യുന്ന കുറേയധികം പോയിൻറ്റ്സാണ്. സോ വിത്തൗട്ട് മച്ച് ഡിലേ ലെറ്റ്സ് ചെക്ക് ഇൻ ടു ദാറ്റ്. ഫസ്റ്റ് വൺ, മുതലിയാർ കമ്മീഷൻ. മുതലിയാർ കമ്മീഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇതിൻ്റെ ഇയർ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. 1950-53 എന്നുള്ളതാണ് മുതലിയാർ കമ്മീഷൻ്റെ ഇയർ വരുന്നത്. ഈ ഒരു മുതലിയാർ കമ്മീഷൻ്റെ മറ്റൊരു പേരാണ് സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ. ഓക്കെ, മുതലിയാർ കമ്മീഷൻ വേറൊരു പേരിലും കൂടെ അറിയപ്പെടുന്നതാണ് സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ. അപ്പോൾ ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉള്ളത് വിച്ച് കമ്മീഷൻ ഇസ് നോൺ ആസ് സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ അവിടെ വരുന്ന പോയിൻ്റ് മുതലിയാർ കമ്മീഷൻ എന്നുള്ളതാണ്. ആൻഡ് ഈ ഒരു നെക്സ്റ്റ് പോയിൻ്റും കൂടെ ഒന്ന് പഠിച്ചു വെച്ചാൽ ഇറ്റ് വിൽ ബി വെരി ഗുഡ്. മുതലിയാർ കമ്മീഷൻ എന്ന് പറയുമ്പോൾ MU. ഇനി ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പോയിൻ്റ് മൾട്ടി പേർപ്പസ് സ്കൂൾ എന്നുള്ളതാണ്. MU MU തന്നെയല്ലേ. സോ മുതലിയാർ കമ്മീഷൻ മൾട്ടി പേർപ്പസ് സ്കൂൾ. ആ ഒരു പോയിൻ്റ് ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലല്ലോ. ഓക്കെ, സോ അതാണ് മുതലിയാർ കമ്മീഷൻ ആൻഡ് മൾട്ടി പേർപ്പസ് സ്കൂൾ. സോ ഇതുപോലെ ഒരു 2-3 പോയിൻറ്റ്സ് ഓരോ പോയിൻറ്റ്സിൽ നിന്നും ഒന്ന് ഓർത്തിരിക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ ആ ഒരു സെക്ഷനിൽ നിന്ന് തന്നെയാണെങ്കിൽ വിത്ത് ഗോഡ്സ് ഗ്രേസ് നിങ്ങൾക്ക് ആ ഒരു മാർക്കും കൂടെ കിട്ടും. ഓക്കെ, മൂവിങ് ടു ദ നെക്സ്റ്റ് കമ്മീഷൻ, ദാറ്റ് ഇസ് രാധാകൃഷ്ണൻ കമ്മീഷൻ. അതിൻ്റെ ഇയർ വരുന്നത് 1948-49. ഞാൻ നിങ്ങളോട് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നു, ഇതിൻ്റെ ഇയേഴ്സ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഈ ഒരു കമ്മീഷന് മെയിനായിട്ട് ഫോക്കസ് എന്തായിരുന്നു എന്നുള്ളത് കൂടെ ഒന്ന് പഠിച്ചു വയ്ക്കുന്നത് നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ അത് അറ്റൻഡ് ചെയ്യാൻ പറ്റുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും മെൻഷൻ ചെയ്യുന്നത്. സോ രാധാകൃഷ്ണൻ കമ്മീഷൻ, അതിൻ്റെ ഇയർ വരുന്നത് 1948-49 എന്നുള്ളതാണ്. ആൻഡ് ഈ ഒരു രാധാകൃഷ്ണൻ കമ്മീഷനും വേറൊരു പേര് കൂടിയുണ്ട്, ദാറ്റ് ഇസ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ. മുതലിയാർ കമ്മീഷൻ്റെ മറ്റൊരു പേര് സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ ആണെങ്കിൽ രാധാകൃഷ്ണൻ കമ്മീഷൻ്റെ മറ്റൊരു പേര് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നുള്ളതാണ്. ആൻഡ് ഈ ഒരു രാധാകൃഷ്ണൻ കമ്മീഷനിൽ 2 പോയിൻറ്റ്സ് നിങ്ങളൊന്ന് ഓർത്തിരിക്കാൻ നിങ്ങൾക്ക് ഈസി ആയിരിക്കും. കാരണം രാധാകൃഷ്ണൻ ബേസ് ചെയ്തിട്ടുള്ള പോയിൻറ്റ്സ് തന്നെയാണ്. റീജിയണൽ ലാംഗ്വേജ്, റൂറൽ യൂണിവേഴ്സിറ്റി അതുപോലെ തന്നെ റീജിയണൽ ലാംഗ്വേജ്. ഈ 2 പോയിൻറ്റ്സും ഒന്ന് ഓർത്തിരിക്കുക, നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ രാധാകൃഷ്ണൻ കമ്മീഷൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് വാല്യൂ എഡ്യൂക്കേഷനാണ്. ഓക്കെ, രാധാകൃഷ്ണൻ കമ്മീഷൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് വാല്യൂ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടാണ്. ഈ ഒരു കമ്മീഷൻസിൽ ഇപ്പോൾ നമ്മൾ 2 കമ്മീഷൻ ഡിസ്കസ് ചെയ്തു. ഈ കമ്മീഷൻസിൽ ഇപ്പോൾ ഞാൻ ഡിസ്കസ് ചെയ്ത പോയിൻറ്റ്സ് മാത്രമല്ല, കുറേ അധികം പോയിൻറ്റ്സ് ഉണ്ട്. ഞാനതിൽ ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആണ് നിങ്ങൾക്ക് ഷെയർ ചെയ്തിരിക്കുന്നത്. കാരണം ഇൻ കേസ് എങ്ങാനും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഈസിയായി തന്നെ അറ്റൻഡ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, പിന്നെ ഈ ഒരു കേരള സെറ്റിൻ്റെ എക്സാമിനേഴ്സിൻ്റെ ഒരു പ്രത്യേകത, അവർ ഇൻഡെപ്തായിട്ട് പോവില്ല, ബീറ്റിംഗ് അറൗണ്ട് ദ ബുഷസ് എന്നുള്ള രീതിയിൽ ഇൻ ടോട്ടൽ അതിൽ ഏറ്റവും മെയിനായിട്ടുള്ളത് മാത്രമാണ് ഫോക്കസ് ചെയ്ത് കണ്ടിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് നിങ്ങൾക്ക് പിക്ക് ഔട്ട് ചെയ്ത് പറഞ്ഞു തരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിൻ്റ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നീറ്റ് ആണ്. NEAT. ഈ നീറ്റിൻ്റെ ഫുൾ ഫോം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാഷണൽ എഡ്യൂക്കേഷൻ അലയൻസ് ഫോർ ടെക്നോളജി. 2019 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. നീറ്റ് എന്ന് പറയുമ്പോൾ നാഷണൽ എഡ്യൂക്കേഷൻ അലയൻസ് ഫോർ ടെക്നോളജി, നാഷണൽ എഡ്യൂക്കേഷൻ അലയൻസ് ഫോർ ടെക്നോളജി 2019. ഓക്കെ, ഇനി ഈ ഒരു നീറ്റിൻ്റെ മെയിനായിട്ടുള്ള ഫോക്കസ് എന്താണെന്നുള്ളതും ഒന്ന് പഠിച്ചു വയ്ക്കേണ്ടത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. PPP, പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ്. ഇതാണ് നീറ്റിൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ള ഫോക്കസ്. PPP, പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ്. ഓക്കെ,
ആൻഡ് ഈ ഒരു നീറ്റിൻ്റെ നോഡൽ ഏജൻസി എന്ന് പറയുന്നത് AICTE. അത് ഞാൻ ഓൾറെഡി നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്തതാണ്. ഇൻ കേസ് നിങ്ങൾക്കറിയില്ലെങ്കിൽ നോ വറീസ്, നമ്മൾ കമ്മിങ് വീഡിയോസിൽ എന്തായാലും മെൻഷൻ ചെയ്യുന്നതാണ് അതിൻ്റെ ഫുൾ ഫോമും അതിൽ ഓർത്തിരിക്കേണ്ട 2 പോയിൻറ്റ്സും ഇതുപോലുള്ള ഹൈലൈറ്റഡ് പോയിൻറ്റ്സും ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. സോ നോ വറീസ്, നോ ടെൻഷൻ. ഓക്കെ, സോ നീറ്റ് എന്താണെന്നുള്ളത് മനസ്സിലായി, രാധാകൃഷ്ണൻ കമ്മീഷൻ എന്താണെന്ന് മനസ്സിലായി, അതുപോലെ തന്നെ മുതലിയാർ കമ്മീഷൻ എന്താണെന്ന് മനസ്സിലായി. ഓക്കെ, സോ നൗ ഐ ആം കൺക്ലൂഡിങ് റൈറ്റ് നൗ. നിങ്ങൾക്ക് ഒരു വലിയ ബേർഡനായിട്ട് ഞാൻ നിങ്ങൾക്ക് തരുന്നില്ല. 3 പോയിൻറ്റ്സും നമുക്ക് ഒരു വീഡിയോയിൽ മെൻഷൻ ചെയ്ത് പോകാം. അപ്പോൾ നിങ്ങൾക്ക് കുറേ അധികം പഠിച്ചു അല്ലെങ്കിൽ കുറേ അധികം ബേർഡനായി, ഇത് മടിയന്മാർ ചുമക്കും എന്നൊക്കെയുള്ള ടെൻഷൻസൊക്കെ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം. So with this note, we are concluding right now. Let's see in the next video. Till then, work hard and study well. Okay.